ഇന്നാണ് അമ്മൂനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. വീട്ടിലേക്ക് വന്നതും അവളെ താഴത്തെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അലക്സ് കണ്ണു മിഴിച്ചു. അങ്ങോട്ട് എന്നാത്തിനാ കൊണ്ടുപോകുന്നേ? മുകളിലല്ലേ ഞങ്ങളുടെ മുറി. പിന്നെ പെറ്റ പെണ്ണിനെ നിന്റെ കൂടെ കിടത്താം. ഒന്ന് പോടാ. ഇനി 2 മാസം കഴിയാതെ നിന്നെ ഈ ഏഴയിലത്ത് കണ്ടുപോകരുത്. അലക്സ് പറഞ്ഞു കേട്ട് എൽസമ്മ കപടദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അമ്മൂനെയും കൊണ്ട് അകത്തേക്ക് നടന്നു. അലക്സിനെ നോക്കി ചിരി അടക്കി പിടിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് കയറി. അലക്സ് ആണെങ്കിൽ എൽസമ്മയുടെ വാക്കുകൾ കേട്ട് ബ്ലിങ്കസിയെ നിൽക്കുമായിരുന്നു. അടക്കി പിടിച്ച ചിരി കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്. ലീനയും എബിയും ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അവരെ ഒന്ന് കടുപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവന്റെ പോക്ക് കണ്ടതും അവർ പൊട്ടിച്ചിരിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അമ്മൂന്റെ പ്രസവരക്ഷകളൊക്കെ മുറ പോലെ നടന്നു. മുട്ടയിടാൻ നടക്കുന്ന കോഴിയെപ്പോലെ അലക്സ് അമ്മൂന്റെ മുറിക്ക് പുറത്ത് കറങ്ങി നടന്നു. അവനെ അതിന്റെ അയലത്ത് കാണുമ്പോഴേക്കും വല്യമ്മച്ചി എൽസമ്മയും റോസ്യമ്മയും കൂടി അവനെ ഓടിച്ചു വിടും. ഇതിനിടയിൽ ഡെലിവറി കഴിഞ്ഞപ്പോ തന്നെ ലീന മാളുവിനെ വിളിച്ച് പറഞ്ഞിരുന്നു. മാളു പറഞ്ഞറിഞ്ഞ് വീട്ടിലെല്ലാവരും അമ്മൂനെ കാണാൻ പുറപ്പെടാൻ നിന്നെങ്കിലും മാള് തന്നെ അത് തടഞ്ഞു. പിന്നെ ലീനയോട് പറഞ്ഞ് കുഞ്ഞിന്റെ ഫോട്ടോസ് വാങ്ങി കാണിച്ചു കൊടുത്തു. എങ്കിലും അമ്മൂനെയും കുഞ്ഞിനെയും കാണാൻ അവരുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു. അമ്മൂട്ടി, കുളിപ്പിച്ച കുഞ്ഞിന് പാല് കൊടുക്കുമായിരുന്ന അമ്മൂന്റെ അടുത്തേക്ക് അലക്സ് വന്ന് വിളിച്ചു. എന്താ ചായ? ഉറങ്ങിയ കുഞ്ഞിന്റെ വായിൽ നിന്ന് മുലഞ്ഞിട്ട് മാറ്റി നൈറ്റിയുടെ ബട്ടൺ ഇട്ടുകൊണ്ട് അവൾ വിളി കേട്ടു. നീയും കുഞ്ഞും കൂടെ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടി. അവൻ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. ഇനി കുറച്ചു ദിവസം കൂടി അല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോ ഞാനങ്ങ് വരില്ലേ? അവൻ സങ്കടത്തോടെ പറയുന്ന കേട്ട് അവൾ അവന്റെ കവിളി തഴുകിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഇപ്പൊ ഒരു ഉമ്മാന്ന്, എത്ര ദിവസമായി? അവൻ കുഞ്ഞിനെ ബേബി ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോഴോ? ഒന്ന് പോയേ ഇച്ചായ. ദേ ഇപ്പം അമ്മയൊക്കെ വരും. ഇച്ചായനെ ഇവിടെ കണ്ട ശരിയാക്കുവേ. അവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞതും അവൾ അവന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അതാ പറഞ്ഞേ, പെട്ടെന്ന് തരാൻ. ഇച്ചായ ചുമ്മാതിരിക്കെ. അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു. എന്നതാടാ അവിടെ? പെട്ടെന്ന് വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ടതും അവൻ ചാടി എഴുന്നേറ്റു. നിന്നോട് പറഞ്ഞല്ലേടാ 2 മാസം കഴിയാതെ ഇവളുടെ ഏഴയിലത്ത് കണ്ടുപോകരുതെന്ന്. അയ്യോ വല്യമ്മച്ചി, ഞാൻ എന്റെ കൊച്ചിനെ കാണാൻ വന്നതാണേ. വല്യമ്മച്ചി അവന്റെ ചെവി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ദേ ഇനി കുഞ്ഞിന്റെ മാമോദിസയുടെ അന്നല്ലാതെ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോയത് കേട്ടല്ലോ. വല്യമ്മച്ചി കപടദേഷ്യത്തോടെ പറഞ്ഞതും അലക്സ് അതിനൊരു ഉറപ്പുമില്ല എന്ന രീതിയിലൊന്നും മൂളി. അവന്റെ അവസ്ഥ കണ്ടതും അമ്മ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി. 2 മാസം കഴിഞ്ഞ് നിന്നെ ശരിക്കൊന്ന് കാണുന്നുണ്ട് എന്ന ധ്വനിയിൽ അവളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നു. US പോകാനായി ബാഗൊക്കെ പാക്ക് ചെയ്യുവാണ് ലക്ഷ്മി. അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. അവളുടെ മനസ്സ് നിറയെ അമേരിക്കയിൽ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാനെ കുറിച്ചായിരുന്നു. വെളുപ്പിന് 3:30 ഫ്ലൈറ്റ്. ഇനി മണിക്കൂറുകൾ മാത്രം. അത് കഴിഞ്ഞാൽ താൻ പിന്നെ അമേരിക്കയിൽ. ഇനി നാട്ടിലേക്ക് ഒരു വരവേ ഇല്ല. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബാഗ് പാക്ക് ചെയ്തു. അന്ന് വിവേകിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ കിരണിന്റെ ഫ്ളാറ്റിലേക്കാണ് വന്നത്. ഇവിടെ അവൻ തനിച്ചായിരുന്നു താമസം. വിവേകിനെ വിട്ടുകളയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട അവന്റെ കൂടെ നിന്നാൽ ഒന്നും നടക്കില്ല. അപ്പോഴാണ് കിരണ് US ജോബ് ഓഫർ വരുന്നത്. കിരണിന്റെ കൂടെ നിന്നാൽ താൻ സ്വപ്നം കണ്ട ജീവിതം സഫലമാകും. അതിനുവേണ്ടിയാണ് അവനെ പ്രലോഭിപ്പിച്ച് തന്നിലേക്ക് അടുപ്പിച്ചത്. ഇതുവരെ എല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. നാളെ ഇതേ സമയം താൻ അമേരിക്കയിൽ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജോലി തുടർന്നു. കിരൺ ഇതുവരെ വന്നിട്ടില്ല. അവന്റെ തിങ്സ് ഒന്നും പാക്ക് ചെയ്തിട്ടുമില്ല. ഞാൻ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞതാ, പക്ഷെ അവന്റെ സാധനങ്ങൾ അവൻ പാക്ക് ചെയ്തോളാമെന്ന്. ഫ്രണ്ട്സിനോട് യാത്ര പറയാൻ പോയിരിക്കുക. ഒരു ചെറിയ പാർട്ടിയുണ്ട്, താൻ കൂടി ചെല്ലാമെന്ന് പറഞ്ഞതാ. പക്ഷെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയില്ല. ആ സാരമില്ല, അമേരിക്കയിൽ പോയിട്ട് ഒരുപാട് പാർട്ടിക്കും പബ്ബിലും ഒക്കെ പോവാലോ. അവൾ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. ഇനി കുറച്ച് സമയമേ ഉള്ളൂ, അപ്പോഴേക്കും ഒന്ന് മയങ്ങാം. അമേരിക്കയിലെ സുന്ദരമായ ജീവിത സ്വപ്നം കണ്ട് ലക്ഷ്മി കണ്ണുകൾ അടച്ചു. ഇതേ സമയം ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിനകത്ത് US പോകാനുള്ള ബ്രിട്ടീഷ് എയർവേസിന്റെ അനൗൺസ് കേട്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു കിരൺ. അവന്റെ വലങ്കയിൽ ഒരു പെൺകുട്ടിയുടെ ഇടങ്കയ്യും ഉണ്ടായിരുന്നു. തോളിലായി ഒരു കുഞ്ഞു ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. നിർത്താതെയുള്ള അലാറമിന്റെ സൗണ്ട് കേട്ടാണ് ലക്ഷ്മി കണ്ണുകൾ തുറക്കുന്നത്. അവൾ പതിയെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കി. സമയം 12 കഴിഞ്ഞിരിക്കുന്നു. കിരൺ ഇതുവരെ വന്നിട്ടില്ല. അവൾ ഫോൺ എടുത്ത് കിരണിന്റെ നമ്പറിലേക്ക് വിളിച്ചു. അത് സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഈ കിരൺ ഇത് എവിടെ പോയിരിക്കുക? മണി 12 കഴിഞ്ഞു. 3 മണിക്കൂർ മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ഇപ്പോഴെങ്കിലും പോയാലല്ലേ സമയത്തിനവിടെ എത്തും. അവന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇതിപ്പോ ആരെ വിളിച്ചൊന്ന് അന്വേഷിക്കും? അവന്റെ ഫ്രണ്ട്സിനെ ഒന്നും അറിയുക കൂടെ ഇല്ല. അവൾ കൈമുഷ്ടി ചുരുട്ടി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. വീണ്ടും കുറച്ചു സമയം കൂടി പിന്നിട്ടു. സമയം 1 കഴിഞ്ഞു. അവൾക്ക് ടെൻഷനാവാൻ തുടങ്ങി. ഇനിയും ലേറ്റായ. അവൾ അസ്വസ്ഥതയോടെ വീണ്ടും ഫോൺ എടുത്ത് കിരണിനെ വിളിച്ചു. ദ നമ്പർ യു ആർ കോളിംഗ് ഈസ് കറന്റ്ലി സ്വിച്ച്ഡ് ഓഫ്. ഛേ, ലക്ഷ്മിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൾ ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു.
അല്പസമയത്തിന് ശേഷം എന്തോ ഓർത്തതുപോലെ അവൾ പോയി കബോർഡ് തുറന്ന് അതിനകം മുഴുവൻ നോക്കി. ഇല്ല, കിരണിന്റെ ഒരു ഡ്രസ്സ് പോലും ഇല്ല. അവൾ ഓടിപ്പോയി ഡ്രോയർ തുറന്നു നോക്കി. അതിനകത്ത് വെച്ചിരുന്ന കിരണിന്റെ പാസ്പോർട്ടും മറ്റു രേഖകളും ഒന്നും കാണുന്നില്ല. അവൾ അവിടെ മുഴുവൻ തിരഞ്ഞു. കിരണിന്റേതായ ഒരു സാധനങ്ങളും കാണുന്നില്ല. കിരൺ, അവൻ പോയിരിക്കുന്നു. തന്നെ കൂടാതെ അവൻ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. താൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, സമ്മതിക്കില്ല ഞാൻ. അവൾ അലറി വിളിച്ചുകൊണ്ട് റൂമിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. ഇതേ സമയം ഫ്ലൈറ്റിലിരുന്ന് കിരൺ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ ഫ്രണ്ടായ മനു പറഞ്ഞ വാക്കുകൾ ഓർക്കുകയായിരുന്നു. നീ ശരിക്കും അവളെയും കൊണ്ട് അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചോ? ഓട്കയുടെ ബോട്ടിൽ പൊട്ടിച്ചുകൊണ്ട് മനു അവനോട് ചോദിച്ചു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? വിവേക് അവളെ ഉപേക്ഷിച്ചില്ലേ? വിവേക് ഉപേക്ഷിച്ചെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പുണ്ട്. അവനെ ചതിച്ച് നിന്നെ കൂടെ കിടക്കം വിളിച്ചവളെ പിന്നെ അവൻ എന്ത് ചെയ്യണം? കിരൺ പറഞ്ഞതും മനു ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് ഞാനും ഉത്തരവാദിയല്ലേ? കിരൺ പതിയെ പറഞ്ഞു. ആഹാ, കുറ്റബോധമാണോ? മനു ഒരു പരിഹാസത്തോടെ ചോദിച്ചതും കിരണിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറ്റബോധം തോന്നുമെങ്കിൽ അത് ആദ്യം തോന്നേണ്ടത് നീ താലി കെട്ടിയ പെണ്ണിനോടും അവളിൽ നിനക്ക് ജനിച്ച കുഞ്ഞിനോടുമാണ്. ഗ്ലാസിലേക്ക് ഒഴിച്ച മദ്യം ഒരു സിപ്പ് എടുത്തുകൊണ്ട് മനു ദേഷ്യത്തോടെ പറഞ്ഞതും കിരൺ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. നിന്റെ ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാ പറയുന്നത്. ഇനിയും ആ പാവം പെണ്ണെ നീ ദ്രോഹിക്കരുത്. നിന്നെ ഒത്തിരി അവൾ സ്നേഹിക്കുന്നുണ്ട്. മനു പറഞ്ഞു കഴിഞ്ഞതും അവൻ കുറ്റബോധത്തോടെ തല താഴ്ത്തി. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിനക്ക് മേഘയോട് എന്താ ഇത്ര ദേഷ്യം? എന്റെ അറിവിൽ അവൾ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ നിന്നോടൊപ്പം നിന്റെ വീട്ടിൽ വന്നപ്പോൾ അവളുടെ കണ്ണിൽ ഞാൻ കണ്ടതാ നിന്നോടുള്ള അടങ്ങാത്ത സ്നേഹം. നിനക്ക് വേണ്ടി അവൾ എന്തൊക്കെ ചെയ്തു? നിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കുകയും നിനക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നിർവൃത്തിയോടെ ചെയ്തു തരുന്നതും നിന്റെ ഒരു നോട്ടത്തിനെ കൊതിയോടെ നോക്കി നിന്നതും ഒടുവിൽ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയപ്പോ ആ കണ്ണുകൾ നിറഞ്ഞൊഴുക്കിയത് ഞാൻ കണ്ടതാ. നിന്നോടുള്ള അതിന്റെ അടങ്ങാത്ത സ്നേഹം നിനക്ക് എന്താടാ മനസ്സിലാവാത്തെ? നീ ഇങ്ങനെ വെറുക്കാനും മാത്രം ആ പാവം പെണ്ണ് എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? മനുവിന്റെ വായിൽ നിന്ന് വീണ ഓരോ വാക്കുകളും കിരണിന്റെ നെഞ്ചിൽ തന്നെ വന്നു തറച്ചു. അവനൊന്നും മിണ്ടാതെ കയ്യിലിരുന്ന ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. ശേഷം ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അവന്റെ മനസ്സിൽ അപ്പോൾ മനു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. തനിക്ക് മേഘയോട് വെറുപ്പാണോ? അല്ല, തനിക്ക് വെറുപ്പ് അവളോടല്ല, അവളുടെ നാടൻ രീതികളോടായിരുന്നു. ശരിക്കും അവളൊരു നാട്ടിൻപുറത്തെ പെൺകുട്ടിയാണ്. അമ്മാവന്റെ മകളായിരുന്നെങ്കിലും താൻ അവളെ അധികം ശ്രദ്ധിക്കില്ലായിരുന്നു. കാരണം അവളുടെ വേഷം തന്നെയായിരുന്നു. ഏത് സമയവും ദാവണയും ചുറ്റി മുടിയെ കുറെ എണ്ണയും തേച്ച് നടക്കുന്ന അവളോടൊരു താല്പര്യം തോന്നിയിട്ടില്ല. തനിക്ക് അന്നും മോഡേൺ കൾച്ചറിനോടായിരുന്നു താല്പര്യം. ആക്സിഡന്റിൽ അമ്മാവനും അമ്മായും മരിക്കുന്ന സമയത്ത് അമ്മാവന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ് അച്ഛ അവളെ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ താൻ ശക്തമായി എതിർത്തിരുന്നു. പക്ഷെ അമ്മയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ സമ്മതം പറയുമ്പോൾ അവളോട് തോന്നിയ വികാരം ദേഷ്യമായിരുന്നു. ആദ്യ രാത്രി തന്നെ അവളുടെ കരണത്തടിച്ചാണ് താൻ തന്റെ ദേഷ്യം തീർത്തത്. തന്റെ സ്വപ്നങ്ങൾ തകർത്തവളോട് പക തീർക്കാനായി അവളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വേദന നൽകുമ്പോഴും അല്പം പോലും കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അടങ്ങാത്ത കാമം അവളെ ശമിപ്പിക്കുമ്പോൾ തന്റെ മാറിച്ചേർന്നുറങ്ങാൻ അവൾ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. അതറിഞ്ഞ പോലെ താൻ ആട്ടി അകറ്റുകയേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നു എന്നറിഞ്ഞപ്പോ പോലും അവളെ ചേർത്ത് പിടിക്കുകയോ നെറുകയിൽ ഒരു ചുംബനം നൽകുകയോ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിൽ അവൾ പ്രസവിച്ചു കിടന്നപ്പോ പോലും കുഞ്ഞിനെ എടുത്ത് ലാളിച്ചതല്ലാതെ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കി പരിഹസിച്ചു അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒന്നിനും അവൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അവളോടുള്ള അകൽച്ച കൊണ്ടാണ് ലക്ഷ്മി അടുത്തപ്പോൾ എതിർക്കാൻ കഴിയാതെ പോയത്. എന്നാൽ ഇപ്പോ എന്തോ ഒരു വിഷമം. ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. തോളിൽ മനുവിന്റെ കരസ്പർശം ഏറ്റപ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്ന് തിരികെ വന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക് കിരൺ. വിവേക് അവളെ പ്രാണനെ പോലെ അല്ലേ സ്നേഹിച്ചത്? അവൾക്ക് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടി. എന്നിട്ടും അവനൊരു വീഴ്ച വന്നപ്പോ അവൾ കളഞ്ഞിട്ട് പോയില്ലേ? നാളെ നിനക്കും ഈ അവസ്ഥ തന്നെ അല്ല എന്നെന്താ ഉറപ്പ്? നിനക്കൊരു വീഴ്ച വന്നാൽ അവൾ കളഞ്ഞിട്ട് പോകില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? വിവേകിനോട് അവൾ തുറന്ന് സമ്മതിച്ചാണ് അവൾക്ക് പണമാണ് വലുതെന്ന്. അങ്ങനെയുള്ള ഒരുത്തിക്ക് വേണ്ടിയാണോ നീ നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവളെ ഉപേക്ഷിക്കുന്നത്? എനിക്കിത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല കിരൺ. അതും പറഞ്ഞുകൊണ്ട് മനു അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ കിരണിന്റെ മുഖത്ത് നിർവികാരതയായിരുന്നു. താൻ ഇത്രയും പറഞ്ഞിട്ടും അവന്റെ ഭാഗത്തു നിന്ന് ഒരു റിയാക്ഷനും ഇല്ലാതായപ്പോൾ മനുവിന് നല്ലതുപോലെ ദേഷ്യം വന്നു. ഇനി നിനക്ക് മേഘയെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ നീ അവളെ ഉപേക്ഷിച്ചേക്ക്. അല്ലാതെ ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടി നിൽക്കാതെ. എന്ത് പറഞ്ഞടാ? എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ഞാൻ ഉപേക്ഷിക്കാനോ? മനു ദേഷ്യത്തോടെ പറഞ്ഞതും കിരൺ അവന്റെ കോളറിനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ എന്താ? അവൾ നിന്നെ ഓർത്ത് ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കണം. നീ അവിടെ നിന്റെ കാമുകിയായിട്ട് ഉല്ലസിക്കുമ്പോൾ നിന്റെ കൊച്ചിനെ നോക്കി അവളുടെ ജീവിതം കളയണോ? അവൾക്കും ഉണ്ടൊരു ജീവിതം. ഭർത്താവിന്റെ സ്നേഹവും പരിഗണനയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അവൾക്കും ഉണ്ട്. നിനക്കത് കാണാൻ കഴിയില്ലെങ്കിൽ നീ അവളെ സ്വതന്ത്രയാക്ക്. മറ്റാരെങ്കിലും വിവാഹം കഴിച്ച് അവൾ സന്തോഷത്തോടെ കഴിയും. മനുവിന്റെ വാക്കുകൾ ഓരോന്നും ഈർച്ചകൾ പോലെയാണ് കിരണിന്റെ നെഞ്ചി വന്ന് തറച്ചത്. മേഘ അവൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമെന്ന് തനിക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിയൂ? ഇല്ല, ഒരിക്കലുമില്ല. അവളെ വേദനിപ്പിക്കുമെങ്കിലും ഒരിക്കലും അവളെ ഉപേക്ഷിക്കണമെന്ന് കരുതിയിട്ടില്ല. അവൻ അസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കി നിന്നു. നീ എന്ത് തീരുമാനം എടുത്താലും അത് എത്രയും പെട്ടെന്ന് തന്നെ ആവണം. കാരണം നിനക്ക് പോകാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ.
നിന്നോടൊപ്പം ആരെ കൊണ്ടുപോയാലും മറ്റേ ആളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടായിരിക്കണം പോകാൻ. അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി. അല്പസമയത്തിന് ശേഷം ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ കിരൺ അകത്തേക്ക് കയറി. എനിക്ക് എന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും വേണം. ലോകത്തൊന്നിനു വേണ്ടി അവരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. കട്ടിലിരിക്കുന്ന മനുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കിരൺ പറഞ്ഞത് അവൻ സന്തോഷത്തോടെ കിരണിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ലക്ഷ്മി അറിയാതെ നാട്ടിൽ പോയി ആദ്യം മേഘയോട് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചു. ഇനിയും തന്നെ വേദനിപ്പിക്കരുത് എന്ന് തന്റെ നെഞ്ചി വീണ് പൊട്ടിക്കരഞ്ഞ പെണ്ണിനെ വാരിപ്പുണരുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തിയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ മേഘയും കുഞ്ഞിനും പാസ്പോർട്ട് എടുത്തു. മറ്റു രേഖകളും എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി. തിരിച്ചു വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പെണ്ണിനെയും കുഞ്ഞിനെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ നിമിഷം വരെ നെഞ്ചി തീയായിരുന്നു. ലക്ഷ്മി അറിയാതെ വേണം പോകാൻ. അവൾ അറിഞ്ഞ ഉറപ്പായും പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് അവൾ അറിഞ്ഞാൽ മതിയെന്ന് മനുവാണ് പറഞ്ഞത്. അതിനുവേണ്ടി നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് മനുവിനെ ഏൽപ്പിച്ചിരുന്നു. നൈറ്റ് 8:30 ഫ്ലൈറ്റ്. പക്ഷേ ലക്ഷ്മിയോട് വെളുപ്പിന് 3:30 എന്നാണ് പറഞ്ഞത്. മേഘയും കുഞ്ഞിനെ രാവിലെ തന്നെ കൊണ്ടുവന്ന് മനുവിന്റെ ഫ്ളാറ്റിലാക്കി. അവൾക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. അവൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ലക്ഷ്മിയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിച്ച് വേണം ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ എല്ലാം ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. വൈകിട്ട് ഫ്രണ്ട്സിന് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. കൂടെ വരാൻ ലക്ഷ്മി നോക്കിയെങ്കിലും ബോയ്സിന്റെ പാർട്ടി എന്ന് പറഞ്ഞ് താൻ മാറ്റി. മനുവിന്റെ ഫ്ളാറ്റിൽ വന്ന് മേഘയും കുഞ്ഞിനെയും കൂട്ടി ഫ്ലൈറ്റിൽ കയറുന്നത് വരെ ടെൻഷനായിരുന്നു. എന്തായാലും എല്ലാം നന്നായി നടന്നു. ഇനി ഇതുവരെ എന്റെ പെണ്ണിന് കൊടുക്കാത്ത സ്നേഹം കൊടുത്ത് എനിക്ക് ജീവിക്കണം. അവനൊരു നെടുവീർപ്പോടെ തന്റെ തോളിൽ ചാരിക്കിടന്നുറങ്ങുന്ന മേഘയെ ചേർത്ത് പിടിച്ചു. ഒരു കൈകൊണ്ട് തന്റെ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചിരുന്നു. പാതിരാത്രിയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയ ലക്ഷ്മി നിർത്താതെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് എഴുന്നേറ്റത്. കിരണാണെന്ന് കരുതി അവൾ ഓടിപ്പോയി വാതിൽ തുറന്നതും അത് അവൾക്ക് പരിചയമില്ലാത്ത ഒരാളായിരുന്നു. ആരാ? അവൾ അയാളോട് ചോദിച്ചു. ഞാൻ സോമശേഖരൻ, ഈ ഫ്ളാറ്റിന്റെ ഓണർ പറഞ്ഞിട്ട് വന്നതാണ്. കിരൺ സാർ ഇന്നലെ വന്ന് ഫ്ളാറ്റ് ഒഴിഞ്ഞു, ബാലൻസ് ക്യാഷും തന്നു. എന്താ? കിരൺ ഫ്ളാറ്റ് ഒഴിഞ്ഞു? അയാൾ പറഞ്ഞത് ലക്ഷ്മി അന്തം വിട്ട് ചോദിച്ചു. അതെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറിത്തരണം. എനിക്ക് ഡോർ പൂട്ടി ചാവി എടുക്കണം. അയാൾ ഒരു ദാക്ഷിണ്യവും കൂടാതെ പറഞ്ഞതും ലക്ഷ്മി എന്ത് ചെയ്യണമെന്നറിയാതെ വാതിൽ തന്നെ നിന്നു. അമ്മൂസേ, നേരെ നിന്നെ, ഞാനിതൊന്ന് മര്യാദയ്ക്ക് സെറ്റ് ചെയ്യട്ടെ. തറയിലിരുന്ന് അമ്മുന്റെ സാരിയുടെ പേച്ച് ശരിയാക്കി കൊടുക്കുകയാണ് ലീന. അമ്മു ആണെങ്കിൽ അലക്സ് വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് നിൽക്കുന്നത്. അതിന്റെ ഫലമായി പ്ലേറ്റ്സ് എടുക്കുന്നത് ശരിയാകുന്നില്ല. അതിന് അമ്മുനെ വഴക്ക് പറഞ്ഞതാണ് കക്ഷി. എന്റെ ലീനെ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. നീ പെട്ടെന്ന് പോയി ഒരുങ്ങ്, ഇല്ലെങ്കിൽ നിന്റെ ഇച്ചാന്റെ സ്വഭാവം അറിയാലോ. അങ്ങനെ തനി ചെകുത്താനാകും. നേരത്തെ വന്ന് ലാസ്റ്റ് വാണെങ്കിൽ തന്ന് പോയതല്ലേ ഉള്ളൂ. അമ്മു ആണെങ്കിൽ അലക്സിന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കേണ്ടി വരും എന്ന് കരുതി ലീനയെ ഓടിക്കാൻ നോക്കുവാണ്. അല്ലെങ്കിൽ തന്നെ അതിന് കാരണമുണ്ട്. രണ്ടും കൂടി ഒരുങ്ങാനാണെന്ന് പറഞ്ഞ് കേറിയിട്ട് മണിക്കൂർ 4 വീട്ടിലുള്ള എല്ലാവരും റെഡിയായിട്ടും ഇതുങ്ങൾ രണ്ടെണ്ണം മാത്രം റെഡിയായി വന്നിട്ടില്ല. അതിന് അലക്സ് കുറച്ചു മുന്നേ വന്ന് രണ്ടിനും ഓരോ ഡോസ് കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. അപ്പൊ ശരി, ബാക്കി മോള് തന്നെ റെഡിയാവും. ചേച്ചി പോയി വൃത്തിയായിട്ടൊന്ന് ഒരുങ്ങട്ടെ. എന്റെ സൗന്ദര്യം കണ്ട് എബിച്ചായ ഇന്ന് ഞെട്ടണം. എന്നാലേ അങ്ങേർക്ക് എന്നെ എത്രയും പെട്ടെന്ന് കെട്ടാൻ തോന്നും. അതിനു വേണ്ടി വെച്ച വെള്ളം ഇച്ചാന്റെ കൊച്ചങ്ങ് മാറ്റി വെച്ചേക്കും. ലീന ഒരു നാണത്തോടെ പറഞ്ഞതും അലക്സ് റൂമിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അലക്സിന്റെ സൗണ്ട് കേട്ടതും ലീനയും അമ്മു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വാതിൽപ്പടി ചാരി നിൽക്കുന്ന അലക്സിനെയാണ് അവർ കണ്ടത്. അലക്സ് പറഞ്ഞത് കേട്ടതും ലീന അവനെ കൂർപ്പിച്ചു നോക്കി. പിന്നല്ലാതെ, പിള്ളേരുകളി മാറാത്ത നിന്നെ അവനെയും പിടിച്ച് കെട്ടിച്ചിട്ട് വേണം രണ്ടിന്റെ ആടി കാണാൻ. ഇപ്പൊ തന്നെ രണ്ടും കൂടി കാണിച്ചു കൂട്ടുന്ന കാണുമ്പോ മോന്തയ്ക്ക് ഓരോന്ന് തരാനാ തോന്നുന്നേ. അലക്സ് അമ്മുന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞത് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. അതിന് മറുപടിയായി ലീന മുഖം വീർപ്പിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. മനുഷ്യനായ കുറച്ചെങ്കിലും നന്ദി വേണം ഇച്ചായ. നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ഇച്ചാനെ ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന ഇവളെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിച്ചില്ലേ? എന്തോ? എങ്ങനെ? ലീന പറഞ്ഞു കഴിഞ്ഞതും അലക്സ് ഒരു ഈണത്തിൽ ചോദിച്ചു. അതിന് ലീന അവനെ നോക്കിയൊന്ന് എളിച്ചു കാണിച്ചു. അത് പിന്നെ, ഇഷ്ടം മറച്ചു വെച്ചിരുന്ന ഇവളെ കൊണ്ട് ഇച്ചാന്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് ഇഷ്ടമാണെന്ന് പറയിച്ചില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവൾ എളിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നതാണേലും എന്റെ കൊച്ചൊരു 2 വർഷം കൂടി കാത്തിരിക്കേ. 2? അപ്പോഴേക്കും രണ്ടിനെ കുറച്ചുകൂടി മെച്ചൂരിറ്റി വരും. ലീന അന്തം വിട്ടുകൊണ്ട് ചോദിച്ചതും അവനൊരു ചിരിയോടെ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൂത്ത് നരയ്ക്കേ ഉള്ളൂ. അലക്സിന്റെ മറുപടി കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പെറുപെടുത്തുകൊണ്ട് പോയി. എന്തിനാച്ചേ അതിനെങ്ങനെ വട്ട് കളിപ്പിക്കുന്നേ? ചുമ്മാ ഒരു രസം. രസമല്ല, സാമ്പാർ. അതും പറഞ്ഞുകൊണ്ട് അമ്മ തിരിഞ്ഞു നിന്ന് ഒരുങ്ങാൻ തുടങ്ങി. ഇച്ചായന്റെ കൊച്ച് എന്നെ സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? അവൻ അവളുടെ പിന്നിലൂടെ തോളിലേക്ക് താടി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞത് അവളൊരു കൊഞ്ചലോടെ തിരിച്ചവനോട് ചോദിച്ചു. അല്ലെങ്കിലും എന്റെ കൊച്ചു സുന്ദരി. ഏറ്റവും സൗന്ദര്യം കൂടുന്ന രാത്രിയിലാ. ഇച്ചായന്റെ നെഞ്ചിലിങ്ങനെ തളർന്നു കിടക്കുമ്പോ ചിപ്പോ വഷളൻ. അതിനിച്ചായം വഷളത്തരൊന്നും കാണിച്ചില്ലല്ലോടി മോളെ. കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. കുറെ നാളെ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് കാര്യമായിട്ട് നമുക്കൊന്ന് കാണണം. പോയിച്ചായ. നാണത്തോടെ ഒന്ന് കുറുകി അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖാമർത്തി നിന്നു. അവൻ
പതിയെ അവളുടെ മുഖം ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കരിനീല കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് അലിഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നിയതും ഒരു പിടച്ചിലോടെ അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. അവളുടെ ഇടുപ്പിലായി പിടിച്ച് അവന്റെ കൈയൊന്നും മുറുകിയതും അവളൊന്ന് ഏങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. ആ അതേ നിമിഷം തന്നെ അവന്റെ ചുണ്ടുകൾ അവളുടേതുമായി കോർത്തു. ഇരു ചുണ്ടുകളും മാറി മാറി നുകർന്നുകൊണ്ട് അവൻ അവളിലേക്ക് ചേർന്നു. സാരിയുടെ വിടവിലൂടെ കാണുന്ന നഗ്നമായ അവളുടെ ഇടുപ്പിൽ അവന്റെ കൈകൾ അലഞ്ഞു നടന്നതും അവളുടെ കൈകൾ അവന്റെ പുറമേനിൽ ഇറുകെ പിടിച്ചു. ഇടുപ്പിൽ നിന്നും അവന്റെ കൈകൾ പൊക്കൽ ചുഴിയുടെ ആഴമളന്നപ്പോൾ അവൾ അവന്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. ചുണ്ടിൽ നിന്ന് നാവിലേക്ക് ചുംബനം നീണ്ടിട്ടും ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നിയിട്ടും അവർക്ക് അതിൽ നിന്നും പിൻവാങ്ങാൻ തോന്നിയില്ല. അവൻ അവളെ അലിഞ്ഞു ചേർന്നു. അമ്മോ, ഞാൻ ദേ റെഡി. അമ്മൂനെ വിളിച്ചുകൊണ്ട് ലീന അകത്തേക്ക് കയറിയതും പെട്ടെന്ന് സ്റ്റക്കായതുപോലെ നിന്നു. ലീനയുടെ സൗണ്ട് കേട്ടതും അമ്മു പെട്ടെന്ന് അലക്സിൽ നിന്നും അകന്നു മാറി. അവൾ തിരിഞ്ഞെന്ന് മുടി കെട്ടാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ ഡോറെങ്കിലും ഒന്ന് അടച്ചൂടെ മനുഷ്യ? ഈ വീട്ടിൽ വേറെ ആൾക്കാരുള്ളതാ. അല്പസമയത്തിന് ശേഷം തലയൊന്ന് വെട്ടിക്കുടഞ്ഞുകൊണ്ട് അവൾ അവന്റെ നേരെ ചീറി. നിന്നോട് ആരടി പുലേ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ലീനയെ കണ്ട് അവൻ ഒന്ന് പതറിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ അവളോട് ചൂടായി. ആ, ഇനി എന്റെ നേരെ ചാടിക്കോ. ഡോറും അടയ്ക്കാതെ ഓരോ പരിപാടിയും കാണിച്ചിട്ട് ഇപ്പൊ എനിക്കായി കുറ്റം. ഞാൻ കുഞ്ഞാണെന്ന് പറയുകയും ചെയ്യും, ഇതുപോലത്തെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരും. എന്റെ കർത്താവേ, ഇതൊക്കെ കണ്ടല്ലേ ഞാൻ പഠിക്കുന്നേ. ലീന അലക്സിനെ ഒളി കണ്ടിട്ട് നോക്കി പറഞ്ഞതും അവൻ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ. വല്ലപ്പോഴാണ് അലക്സിനെ ഇതുപോലെ കിട്ടുന്നത്. കിട്ടിയ അവസരം ലീന നന്നായിട്ട് അങ്ങ് മുതലെടുത്തു. കൂടാതെ കൊച്ചിന് നേരത്തെ അവൻ പറഞ്ഞതിന്റെ കലിപ്പൂടെ ഉണ്ടായിരുന്നു. ഇനി അവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ലെന്ന് മനസ്സിലായതും അവൻ പതിയെ അവിടെ നിന്ന് വലിഞ്ഞു. അവന്റെ പോക്ക് കണ്ടതും ലീനയും അമ്മും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു.